ചക്കുളത്തുകാവ് പൊങ്കാല, പിന്നെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളെല്ലാം പൊങ്കാല ഇടും. പൊങ്കാല വളരെ നല്ലൊരു കാര്യമാണ്. അത് സ്ത്രീകളിടുമ്പോൾ പൊങ്കാല. പക്ഷെ പുരുഷന്മാരൊരു പൊങ്കാല ഇടും. അതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊരു പൊങ്കാലയുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ട്രോളാണ്, ആളുകൾക്ക് പൊങ്കാല ഇട്ടെന്ന് പറയും. അത് ഇവിടെ ഇപ്പോൾ കേരളത്തിലെ അങ്കണവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, പെൻഷൻ പറ്റിയവർ, CDPOമാർ, സൂപ്പർവൈസർമാർ, ICDS ഓഫീസർമാർ, അതായത് കേരളത്തിലുള്ള ക്ഷേമനിധി ബോർഡുകാർ എല്ലാവരും പൊങ്കാല ഇട്ട് കളിക്കുകയാണ്. എന്താണ് കാര്യമെന്നറിയാവോ? വെളിച്ചെണ്ണയില്ലാത്ത മെഴുക്ക് പുരട്ടി, വെളിച്ചെണ്ണയിൽ ഒരെണ്ണയും ഇല്ലാത്ത മെഴുക്ക് പുരട്ടി, റേഷൻ അരിയിൽ ബിരിയാണി ഉണ്ടാക്കാൻ റേഷൻ അരി കൊണ്ട്, പക്ഷേ വെയിലത്ത് വയ്ക്കാൻ പാടില്ല, ഉണക്കയും വേണം. പരിശീലനം നല്ല രസമാണ് ഇതിൻ്റെ പരിശീലനം. ചെള്ള് പിടിച്ച അരി ഉണക്കണം, എന്നാൽ വെയിലത്ത് വെച്ചുകൂടാ. തണലത്ത് ഫോർട്ടിഫൈഡ് അരിയാണ്, അതുകൊണ്ട് തണലത്ത് വെച്ച് വേണം ഉണക്കാൻ. മിക്സ് കൊടുക്കും എന്ന് കൊടുക്കും, ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഇപ്പോൾ 6 കിലോമീറ്ററൊക്കെ പോയി മില്ലുള്ള സ്ഥലങ്ങളുണ്ട്. ഗ്രാമത്തിനകത്താണ് അംഗൻവാടി. ഒരു 6 കിലോമീറ്റർ പോയാലാണ് മില്ലുള്ളത്, പൊടിക്കുന്നത്. അപ്പോൾ നമ്മുടെ അങ്കണവാടി ടീച്ചർമാർ, ഹെൽപ്പർമാരൊക്കെ എന്നോട് പിണങ്ങരുത്. നമ്മളിപ്പോൾ അങ്കണവാടി ഫ്രീഡം ഫോറമൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. സഹോദരിമാർ എൻ്റെ അടുത്ത് പിണങ്ങരുത്. നല്ല രസമല്ലേ? അതൊന്ന് സങ്കല്പിച്ച് നോക്കും. നിങ്ങളിങ്ങനെ തലയിൽ വെച്ചിട്ട് പൊടിക്കാനുണ്ടോ എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ പൊടിച്ച് തരുമോ എന്ന് ചോദിച്ച്, തലയിൽ ഇങ്ങനെ റേഷൻ അരിയൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഒരു ചാക്കിൽ കെട്ടി ഹെൽപ്പറും വർക്കറും കൂടി പോണ ഒരു രംഗം എന്നാലോചിച്ച് നോക്കി. എന്തൊരു ഗതികേടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. എന്നിട്ട് അതിന് കീജ വിളിക്കുകയാണ്, നമ്മൾ ഗും ധും എന്ന് വിളിക്കുകയാണ്. എന്തൊരു ഗതികേടാണ്. മുട്ട സാധാരണ റേഷൻ അരി, അതേ ബിരിയാണി പഠിപ്പിച്ചു കൊടുത്തെന്നറിയാവോ? ഞാനും അത്യാവശ്യം ബിരിയാണിയൊക്കെ വയ്ക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സീരിയസ് ആയിട്ട് വയ്ക്കില്ലെങ്കിലും ഭാര്യയൊക്കെ സഹായിക്കുന്നവർക്ക് ബിരിയാണി വയ്ക്കണൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ പച്ചക്കറികൾ അരിഞ്ഞിടുക, അത് അവിച്ചിഞ്ഞെടുക്കുക, അവിച്ചെടുക്കുന്ന വെള്ളം, ആ വെള്ളം ഊറ്റിയെടുക്കുക, ആ വെള്ളത്തിൽ കുറേ അരിയിടുക, അത് ഊറ്റിയെടുക്കുക, എന്നിട്ട് ആ വെള്ളം തന്നെ പിള്ളേർക്ക് കുടിപ്പിക്കുക. എല്ലാം റേഷൻ അരിയാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ആ അരിയിൽ അത് വെന്ത് വരുമ്പോൾ ഈ പച്ചക്കറി, ഈ പകുതി വെന്തതും വേവാത്തതുമായിട്ടുള്ള പച്ചക്കറി എടുത്ത് വയ്ക്കുക, ഒരു മുട്ട എടുത്ത് മുകളിൽ വയ്ക്കുക. അതിൻ്റെ പേരാണ് മുട്ട ബിരിയാണി. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ഹരിത S. കുമാർ മാഡം, നിങ്ങൾക്ക് എൻ്റെ വക ഒരു എഗ്ഗ് ബിരിയാണി വാങ്ങിച്ചു തരുന്നതാണ്. എൻ്റെ വക ഒരു ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ചു തരുന്നതാണ്. എൻ്റെ വക ഒരു ബീഫ് ബിരിയാണി വേണമെങ്കിൽ ബീഫ് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണിക്കാർ വെജിറ്റബിൾ ബിരിയാണി. ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക അരി തന്നെ ഉണ്ടെന്നേ. 160 രൂപ വിലയുള്ള അരിയുണ്ട് 1 കിലോയ്ക്ക്, 80 രൂപ, അങ്ങനെ ഞാനാണ് ഈ സാധനമൊക്കെ മേടിക്കാൻ പോകണം, അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പറയണം. 120, 180 അല്ല 160, അങ്ങനെ വളരെ വിലയുള്ള ബസുമതി അരി വരെയുള്ള മനോഹരമായ, നീളം കുറഞ്ഞത്, നീളം കൂടുതൽ നല്ല മനോഹരമായ അരി കിട്ടും ബിരിയാണിക്ക്. അതിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. മുട്ട മുകളിൽ വയ്ക്കുന്ന ബിരിയാണിയാണ് മുട്ട ബിരിയാണി എന്നല്ല പറയുന്നത്. മുട്ട ഇട്ടിരിക്കുന്നത് പൊടിച്ച് മുട്ട അതിനകത്ത് ഇട്ടിരിക്കും, അതാണ് മുട്ട ബിരിയാണി. എഗ് ബിരിയാണി. മുട്ട വച്ചിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയുടെ പുറത്ത് മുട്ട വയ്ക്കുമ്പോഴുള്ള ബിരിയാണി പരിപാടിയല്ല മുട്ട ബിരിയാണി. അപ്പോൾ ബിരിയാണി എന്തെന്നും അറിയത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു കാര്യം അറിയാത്ത ഒരു കോഴ്സാണ്. പിന്നെ എന്താണ്, ഈ ഗോതമ്പ് തന്നെ, ഇത് തന്നെ, ഈ അരി തന്നെ പൊടിച്ച് ഉണ്ടായി കൊടുക്കുക, റാഗി ചുരുക്കത്തിൽ മനുഷ്യൻ പോലും വീട്ടിൽ, സാധാരണ പാവപ്പെട്ട ആളുകളുടെ വീട്ടിലൊക്കെ റേഷൻ അരി മേടിക്കും, വേറെ മറ്റരിയൊക്കെ മേടിക്കാൻ ഗതിയില്ലാത്ത പാവങ്ങളുടെ വീട്ടിലൊക്കെ അത് മേടിക്കും, ശരി തന്നെയാണ്. പക്ഷേ എന്നാലും അവരെന്ത് ചെയ്യുമെന്നറിയാം? അങ്ങനെ പാവങ്ങളായിട്ടുള്ളവരും കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കൊരു നല്ല അരി 5 ബിരിയാണി വെച്ച് വയ്ക്കും, നല്ല അരിയിലൊരു പായസം വയ്ക്കും, നല്ല അരിയിലൊരു ചോറ് വയ്ക്കും. സ്ഥിരമായിട്ട് അങ്ങനെ റേഷൻ അരി അല്ലല്ലോ കഴിക്കുന്നത്. മാത്രമല്ല എല്ലാം കഴിക്കുന്നവരുണ്ട്. ഇവിടെ ഈ പിള്ളേർക്കെല്ലാം ഒരു വിധി എന്നുള്ള നിലയിൽ, തലവിധി എന്നുള്ള നിലയിൽ ഒരു സാധനമാണ് ഈ പൊങ്കാലയിടൽ, ഈ ബിരിയാണി പൊങ്കാല. അപ്പോൾ കേരളത്തിലെ സഹോദരിമാർ പൊങ്കാല ഇടുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പൊങ്കാല, ട്രെയിനിങ്ങുകളിൽ പൊങ്കാല. ഒരു ഓഫീസറോട് ഒരു വർക്കർ ചോദിച്ചു, മാഡം ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ആര് ചെയ്യുന്നത്? വേറൊരു വർക്കർ ചോദിച്ചാൽ പറഞ്ഞു, ഒരു ഹെൽപ്പർ ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ സർക്കാരിൻ്റെ അടുത്ത് എന്ന് പറയാം, തിരുവനന്തപുരത്ത് എന്ന് പറയാം, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? വേറൊരാളുടെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു, ചെയ്യണ്ടെന്നേ, വെറുതെ ആണെന്നേ, ഇതൊക്കെ ചെയ്യാനല്ലെന്നേ. ഇങ്ങനെ പറഞ്ഞ് പൊളിച്ചടുക്കുന്ന, ആരും ചെയ്യാതിരിക്കുന്നൊരു പരിപാടിയാണ് അങ്കണവാടി ഫ്രീഡം ഫോറത്തിന്. അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, ബാക്കി തമാശയൊക്കെ മാറ്റി സീരിയസ് ആയിട്ട് പറയട്ടെ, ഈ പരിപാടി പിൻവലിക്കണം. നാളെ 9 നാളെ ഇനിയിപ്പോൾ തുടങ്ങി വെക്കുകയാണെങ്കിലും ഇത് പിൻവലിച്ചേ പറ്റൂ. അക്ഷയപാത്രത്തിൽ ഒന്നും വരാൻ പോണില്ല, ഒരു മനുഷ്യനൊന്നും കൊണ്ടിടാൻ പോണില്ല.
സർക്കാർ തരുന്ന മാത്രം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. വെളിച്ചെണ്ണയില്ലാത്ത മെഴുക്ക് പുരട്ടിയും, ഇനി വെളിച്ചെണ്ണയില്ലാത്ത മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം കേട്ടോ, അതിന് വേറെ ഫ്രൈയിങ് പാനും അത് വേറെ സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് പിന്നെ മുട്ട പൊരിക്കുന്നതിന് ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും തടവാതെ, അല്ലെങ്കിൽ ഒരു എണ്ണയും തടവാതെ ഉള്ള മുട്ട, അങ്ങനെയൊക്കെയുള്ള മനോഹരമായൊരു മെനുവാണ്. ഈ മെനു ഉണ്ടാക്കിയവരെയും ഇത് പരിശീലിപ്പിച്ചവരെയും അവർക്ക് നല്ല നമസ്കാരം. അവരെ തിരക്കുന്നു. മസ്കറ്റ് ഹോട്ടൽ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഹോട്ടലുകാരെല്ലാം അവരെ തിരക്കുന്നു. നിങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇങ്ങനെയാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയ നാട്ടിൽ, ബിരിയാണി അരിക്കൊക്കെ 160, 180 രൂപ വിലയുള്ള നാട്ടിൽ റേഷൻ അരി കൊണ്ട് മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എത്ര മനോഹരം! പൊങ്കാലയോട് പൊങ്കാല.